ഉമ്മച്ചന്റെ മോളെന്തിനാണ് നിന്നെ കാണാൻ വന്നത്? പഴയ പ്രേമങ്ങാനും പൊടി തട്ടിയെടുത്ത് ആ കല്യാണങ്ങാനും മുടങ്ങിയ ആറ്റിലെറിഞ്ഞ് കൊല്ലും ഞാൻ. അത് കാശ് കടന്നെടുക്കാൻ വന്നേ. കാശ എന്തിന്? അവൾക്ക് ആ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തീ ആരടാ? യൂണിവേഴ്സിറ്റിയാ? അറിയുമ്പല്ലേ സർട്ടിഫിക്കറ്റിന്റെ മുമ്പിൽ ആശാന്റെ കിട്ടിക്കത് എന്ത്? അപ്പൊ നിന്റെ വീട് ഈട് വെച്ച കാശ് കൊണ്ട് കടല് കടന്ന് വർഷങ്ങൾക്ക് ശേഷം കാശുകാരിയായി തിരിച്ചു വന്നിട്ട് ആ കാശ് കൊണ്ട് നിനക്ക് വില പറയുന്നൂടാ? വിലയിട്ടത് എനിക്കല്ല, പിന്നെ എന്റെ കയ്യിലിരിക്കുന്ന അവളുടെ തോറ്റ മാർക്ക് ലിസ്റ്റിന്. അപ്പൊ ആ മാർക്ക് ലിസ്റ്റ് നിന്റെ കയ്യിലുണ്ട്? കയ്യിലില്ല, ജപ്തിയായ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഓ, അതിന്റെ വില നിനക്കറിയില്ല. അത് വേണ്ടതുപോലെ വേണ്ടിയെടുത്ത് സബ്മിറ്റ് ചെയ്താലേ 1 2 3 4 5 അഴിയെണ്ണി കിടക്കവള്. അത് വിദേശല്ല, അങ്ങ് വിദേശത്ത്. അതുകൊണ്ട് തൽക്കാലം മാർക്ക് ലിസ്റ്റ് എവിടെയുണ്ടെന്ന് അവൾ അറിയണ്ട. അത് വീട്ടിലുണ്ടെന്ന് അവളോട് ഞാൻ പറഞ്ഞു. ഓ മിടുക്കൻ. ഇതിന്റെ വില അവൾക്ക് അറിയാവുന്നത് കൊണ്ടും കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞത് കൊണ്ടും ഇനി അത് അവിടെ ഇരിക്കുന്നത് സേഫ് അല്ല. മിസ്റ്റർ മൊട്ട, നൈറ്റിൽ ഒരു ഏണി കിട്ടുമോ? നമ്മൾ ഇന്ന് രാത്രി ഇവന്റെ വീടിന്റെ ഓടിളക്കുന്നു, സാധനം പോകുന്നു. കുറ്റിയടിച്ച് ബോർഡും വെച്ച് അവിടെ പണി തുടങ്ങി. ഇനി അവിടെ ചെല്ലുമ്പോ അറിയാം വീട് അവിടെ ഉണ്ടെന്ന്. Come on, follow me. You don't like? Okay, I quit. ഇതിനൊക്കെ ഒരു മരുങ്ങുണ്ട്. എനിക്ക് ആ മരുങ്ങില്ലല്ല, അല്ലെങ്കിൽ ഞാൻ കേറില്ലേ? ഇല്ലെങ്കിൽ ആരേക്കും ഞാൻ കാണിച്ചു തരാം. ചെക്കന് നിസ്സാര പരിപാടിയുള്ളൂ. കണ്ടല്ലോ. Oh, nice. ഇടാൻ മറന്നുപോയതാ. പോയി നോക്കടാ. ആശാന് ആശാൻ ഹലോ, ഒരു കെട്ടുവെള്ളം പോലുള്ള വീടാണോ? ഓക്കെ ഓക്കെ, ശ്രദ്ധിക്കാൻ. ഞാൻ നേഴ്സറി കുട്ടിയല്ല, വയസ്സറിയിച്ചൊരു കള്ളനാണ്. ആ, ഇവിടെ കംപ്ലീറ്റ് സെറ്റപ്പ് ആണല്ലോ. എനിക്ക് കേറാനുള്ള ഏണി വരെ ഇവിടെ റെഡിയാ. ഓക്കെ, പിന്നെ ഈ സാധനം ഉള്ളിലുണ്ടെന്നുള്ള ഉറപ്പല്ലേ? ആ ശരി ശരി. ഹലോ, ഉള്ളിൽ കപ്പിൾസ് ഒന്നും ഇല്ലല്ലോ? ഞാൻ ഓടളയ്ക്ക് ഉള്ളിൽ കയറുമ്പോ കപ്പിൾസ് ഉണ്ടെങ്കിലേ ഒളിഞ്ഞു നോക്കി എന്നുള്ള പേര് വരെ എനിക്ക് അതിന്റെ എത്തിക്സിനെ ബാധിക്കും. പൊക്കിപ്പിടിച്ചോണ്ടിരുന്നോളൂ, അടിയിലൊന്നും ഇടാതെ. നീ എന്റെ കല്യാണം കൂടാൻ വന്നിരിക്കുന്ന എടാ, ഇമാതിരി പരിപാടി കിടക്കുമ്പോൾ ഡാർക്ക് കളർ മുണ്ടെടുക്കണം, മനസ്സിലായ? ഞാൻ ഡാർക്ക് മുണ്ടെടുത്തിട്ട് എന്താ കാര്യം? നീ ഒരുത്തിനെ നോക്കി ട്യൂബിലേറ്റ് എത്തിച്ച മാതിരി. ജില്ലാണെ തൊലി വിളിച്ചു പറഞ്ഞോണേ. നമ്മളെന്തിനാ വിളിച്ചിരിക്കണത്? ഇത് നിന്റെ വീടല്ലേ? ആ ശരിയാണല്ലോ. കണ്ട, അവന് ഒരു കാര്യം മനസ്സിലായി. ഈ ആശാനം കടന്നു. ഹലോ, എന്റെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഞാൻ വീടിന്റെ അകത്തെത്തിക്കഴിഞ്ഞു. ഇനി പുറത്തിറങ്ങാനുള്ള അടുക്കള വാതിൽ കൂടി തുറന്നിട്ട് കഴിഞ്ഞാൽ എന്റെ പകുതി ജോലി തീർന്നു. ഓക്കെ, ആളില്ലാത്ത വീട്ടിൽ ഞാൻ കക്കം കയറില്ലെന്ന് അറിയില്ലേ? അതിന്റെ എത്തിക്സിനെ ബാധിക്കും. ഓക്കെ, കുട്ടിക്ക് വേണ്ടി ഞാൻ അതും ചെയ്യാം. ഏണിയോടെ പോയി ആശാൻ ഏണിയെ കൊണ്ട് മുങ്ങിയ. ഈ ആശാൻ ലാൻഡ് ചെയ്ത് അന്ന് തുടങ്ങിയ ഏണിയാ. കഷ്ടം. ആലോചിച്ച് ആകാശം വിളിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ ഏണി ഒപ്പിക്കാം. കുരിശിനെടുത്തോണ്ട് വാടാ. നീ ഇവിടെ ഇരുന്ന പ്രേതം പറഞ്ഞ ആൾക്കാർ പേടിച്ചുറച്ച് ചാവും. വന്നേ. പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ സംശയം ചോദിക്കട്ടെ? ഈ വീട്ടിൽ കറണ്ട് ഉണ്ടോ? ആ, ഭയങ്കര ചൂട്, ഫാനൊന്നും ഇടാൻ വേണ്ടിട്ടാ. എന്റെ പൊന്നു ചേട്ടാ, ആ മാർക്ക് ലിസ്റ്റ് എങ്ങനെയെങ്കിലും ഒന്ന് തപ്പിയെടുത്ത് താ. ഞാൻ ചേട്ടൻ എന്ത് വേണമെങ്കിലും തരാം. എന്ത് വേണമെങ്കിലും തരും? എന്താ തരിക? ഹലോ ഹലോ, എന്നാലും എന്തായിരിക്കും തരാന്ന് പറഞ്ഞേ? മലയാള സിനിമയിൽ ഏണി വെച്ച് കോമഡി ചെയ്യാനായിട്ട് നമ്മുടെ മുകേഷ് കഴിഞ്ഞിട്ട് ആളുള്ളൂ അല്ലേ? ഇങ്ങനെ
കോമഡിയും പറഞ്ഞോണ്ട് നടന്നു. ആരെങ്കിലും കണ്ടല്ലേ കോമഡി ട്രാജഡി ആവും. നീ എന്ത് പരാക്രമി കാണിക്കുന്നത്? അരക്ക് വെള്ളമുള്ളു കിടന്ന് മരിക്കണ. What a cool water. വീട്ടിന് മുമ്പ് ഇത്ര ആഴമുള്ളോ? ആ നീ ഇവിടെ ആഴോളന്നിട്ടിരുന്നോ? ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ അവളെ ആളർക്ക് സാധനം കൊണ്ടുപോയി. ഇപ്പൊ എന്തായി? അവളും ഉമ്മച്ചന്റെ വിത്ത്. അല്ലല്ലോ കരവാറ്റുള്ള പുണ്യങ്ങളും അതൊക്കെ ഇപ്പോഴും അവളോടെ തന്നെ. സാധനം പൊക്കിയത് ക്ലീറ്റസ് ആയതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ മുമ്പിൽ ഒരു കുമ്പസാരം ഉണ്ടാവും. ശരിക്കും അച്ഛൻ തന്നെയല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, കുംഭസാരം കേൾക്കാൻ പറ്റിയൊരു പ്രായം. എന്താ പേര്? ക്ലീറ്റസ്. ക്ലീറ്റസേ, ഇതെന്റെ 158ാമത്തെ കുമ്പസാരമാണ്. നന്നായി. കർത്താവിനോട് കുമ്പസരിച്ച ലോകത്തോട് തുറന്നു പറയും പോലെയാണല്ലോ അച്ചോ. ക്ലീറ്റസിന്റെ എത്തിക്സ് കൊള്ളാം. അപ്പൊ തുടങ്ങാം. അതൊക്കെ വിട്. ക്ലീറ്റസേ, തൊണ്ടി മുതൽ കയ്യിലുണ്ടച്ചോ? ദൃക്സാക്ഷികളോ? ഇല്ലച്ചോ. അതിങ്ങടുത്തേ നോക്കട്ടെ. അത് കുംഭസാര രഹസ്യം പുറത്ത് പറയരുതെന്നാണല്ലോ അല്ലേ? കരുവാറ്റ നേതാജി ക്ലബ് ഫോട്ടോഗ്രാഫി മത്സരം 1ാം സമ്മാനം ജോൺ. ഇതാണോ കുഞ്ഞാടെ പാതിരാത്രി നീ ഓട് പൊളിച്ചുണ്ടാക്കിയ സർട്ടിഫിക്കറ്റ്? സോറി അച്ചോ, ശരിക്കുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ പടുത്തടിച്ചു മാറ്റും. ഈ കുംഭസാര അതിലേക്ക് വരവെച്ചാൽ മതി.